നമസ്കാരം. ഇന്ന് നമ്മൾ ദി ഹിന്ദു പത്രത്തിലെ ഒരു പ്രധാന ലേഖനവും ഒപ്പം ലേണേഴ്സ് IASന്റെ പഠന സഹായികളും വെച്ചൊരു വിശകലനമാണ് നടത്തുന്നത്. അതെ. വിഷയം ഹിമാലയൻ മേഖലയില്, പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡിലൊക്കെ ഈ ഇടയ്ക്കിടെ ഉണ്ടാവുന്ന പ്രകൃതി ദുരന്തങ്ങളാണ്. നിങ്ങൾ UPSC സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളാണെങ്കിൽ ഈ ചർച്ച എന്തായാലും ശ്രദ്ധിക്കണം. കാരണം ഇതിന് പരീക്ഷയിൽ നല്ല പ്രാധാന്യമുണ്ട്. ശരിയാണ്. അപ്പോ UPSC പരീക്ഷയുടെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഈ വിഷയം പ്രധാനമായി വരുന്നത് ഒന്ന് പറയാമോ? പറയാം. പ്രിലിംസിന് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന ഭാഗത്ത് ഈ മിന്നൽ പ്രളയം, പിന്നെ മേഘവിസ്ഫോടനം, അങ്ങനത്തെ കാര്യങ്ങൾ വരും. ഓക്കെ. അതുപോലെ ജോഗ്രഫിയിൽ ഹിമാലയൻ ഭൂപ്രകൃതി, മൺസൂൺ, പിന്നെ എൻവയോൺമെന്റ് നോക്കുവാണെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം, ഇതുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. ശരി, പ്രിലിംസിന്റെ കാര്യം മനസ്സിലായി. അപ്പോ മെയിൻസിലോ? മെയിൻസിലേക്ക് വരുമ്പോൾ ഇതിന് കുറച്ചുകൂടി ആഴമുണ്ട്. GS പേപ്പർ 1ൽ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, പ്രതിഭാസങ്ങൾ, ആ ഭാഗത്ത് വരാം. പിന്നെ GS പേപ്പർ 3ൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന ടോപ്പിക്ക് തന്നെയുണ്ട്. അതിലിതെന്തായാലും വരും. ഉറപ്പായും. അതുമാത്രമല്ല GS പേപ്പർ 2ൽ സർക്കാർ നയങ്ങൾ, ഇടപെടലുകൾ, ആ ഒരു ഏരിയയിലും ഇതിന്റെ ഭരണപരമായ വശങ്ങൾ ചോദ്യമായി വരാം. വളരെ ശരിയാണ്. അപ്പോ ഈ ദി ഹിന്ദുവിലെ ലേഖനത്തില് എന്താണ് ശരിക്കും പറയുന്നത്? അതിന്റെ ഒരു കാതലെന്താണ്? ലേഖനം പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഉത്തർകാശിയിൽ ഈയടുത്ത് നടന്ന മിന്നൽ പ്രളയമാണ്. അത് മുൻനിർത്തി ഹിമാലയൻ മേഖല എത്രത്തോളം ദുർബലമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. പലപ്പോഴും ഇത്തരം സംഭവങ്ങളെ മേഘവിസ്ഫോടനം എന്ന് മാത്രം പറഞ്ഞ് ഒരു ലളിതവൽക്കരിച്ച് ഭരണകൂടങ്ങൾ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കുന്നു എന്നും ലേഖനം പറയുന്നുണ്ട്. ഒരു വിമർശനമുണ്ട്. അങ്ങനെയും പറയുന്നുണ്ടല്ലോ. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഭയങ്കര തീവ്രമായ മഴയൊക്കെ ഇപ്പോൾ സാധാരണമായി. അതൊരു യാഥാർത്ഥ്യമാണ്. ശരിയാണ്. അതിനോടൊപ്പം ഈ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളില്ലേ, അതുണ്ടാക്കുന്ന വലിയ തോതിലുള്ള അവശിഷ്ടങ്ങൾ, ഡിബ്രീസ്, അത് ദുരന്തത്തിന്റെ ആഘാതം ഭയങ്കരമായി കൂട്ടുന്നു. അതും എടുത്തു പറയുന്നുണ്ട്. അപ്പോ പ്രതികരണത്തെക്കാൾ പ്രതിരോധത്തിന് മുൻഗണന കൊടുക്കണമെന്നാണോ? അതെ. റെസ്പോൺസിനേക്കാൾ മിറ്റിഗേഷനാണ് സർക്കാർ മുൻഗണന കൊടുക്കേണ്ടത്. അതാണ് ലേഖനം പ്രധാനമായും വാദിക്കുന്നത്. അപ്പൊ ഈ മേഘവിസ്ഫോടനമെന്ന് ചുരുക്കുന്നത് ഒരു പ്രശ്നം. ഇവിടെ വേറെ ചില വാക്കുകൾ പറഞ്ഞല്ലോ, മിന്നൽ പ്രളയം, മേഘവിസ്ഫോടനം. എന്താണ് ഇവ തമ്മിലുള്ള ഒരു വ്യത്യാസം? നല്ല ചോദ്യമാണ്. മിന്നൽ പ്രളയം, അതായത് ഫ്ലാഷ് ഫ്ലഡ്, അത് വളരെ കുറഞ്ഞ സമയം കൊണ്ട്, ചിലപ്പോൾ ഒരു മുന്നറിയിപ്പും ഉണ്ടാവില്ല, താഴ്ന്ന സ്ഥലങ്ങളിൽ വെള്ളം പെട്ടെന്ന് പൊങ്ങുന്നതാണ്. അതിന് കാരണം ചിലപ്പോൾ കനത്ത മഴയാവാം, അല്ലെങ്കിൽ മഞ്ഞുരുകുന്നത് കൊണ്ടാവാം, ചിലപ്പോൾ ഡാം പൊട്ടിയാലുണ്ടാവാം. ശരി. മേഘവിസ്ഫോടനം അഥവാ ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്നത് IMDയുടെ നിർവചനമനുസരിച്ച് ഒരു ചെറിയ സ്ഥലത്ത് 1 മണിക്കൂറിൽ 10 സെന്റിമീറ്റർ, അതായത് 100 mm അല്ലെങ്കിൽ അതിൽ കൂടുതൽ മഴ കിട്ടുന്നതാണ്. അത്രയും മഴ. അതെ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഹിമാലയം പോലെ ഉയർന്ന സ്ഥലങ്ങളിൽ ആവശ്യത്തിന് റഡാർ സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് സ്ഥിരീകരിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ വാക്കുകളുടെ നിർവചനത്തിലെ പ്രശ്നവും ഈ നിരീക്ഷണ സംവിധാനങ്ങളുടെ കുറവും കാരണം മേഘവിസ്ഫോടനം ഒരുതരം എളുപ്പമുള്ള വിശദീകരണമായി മാറുന്നു എന്നാണോ? അതെ, ഒരു പരിധിവരെ അങ്ങനെയാണ് ലേഖനം സൂചിപ്പിക്കുന്നത്. അതിനപ്പുറം ദുരന്തങ്ങളിൽ മനുഷ്യന്റെ പങ്ക്, അതായത് ആന്ത്രോപോജനിക് ഫാക്ടേഴ്സ്, അതാണ് ശരിക്കും ഇവിടെ പ്രധാനം. അതെന്താണ്? അതായത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസം, ഇപ്പോൾ കനത്ത മഴ, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വർദ്ധിപ്പിക്കുന്നതിൽ മനുഷ്യന്റെ പ്രവൃത്തികൾക്ക് വലിയ പങ്കുണ്ട്. ഇപ്പോൾ റോഡ് വെട്ടുന്നത്, കെട്ടിടം പണിയുന്നത്, വനനശീകരണം, ഇതൊക്കെ. ഇത്തരം പണികൾ ഉണ്ടാക്കുന്ന മണ്ണും കല്ലും ഒക്കെയില്ലേ, ആ അവശിഷ്ടങ്ങൾ മഴവെള്ളത്തിൽ ഒലിച്ച് പുഴയിലെ തടസ്സമുണ്ടാകും. അപ്പോൾ പ്രളയം കൂടുതൽ രൂക്ഷമാവും. ഓക്കെ. അപ്പോൾ പ്രിലിംസിനുള്ള അടിസ്ഥാന കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി. ഇനിയിപ്പം മെയിൻസിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതിനെങ്ങനെയാ കാണേണ്ടത്? എന്താണ് ഇതിലൊരു വലിയ ചിത്രം? ശരിയാണ്. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലക്സ് ആവുന്നത്. നിലവിൽ കാണുന്ന ഒരു രീതി, ഇത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ അതിനെ അപ്രതീക്ഷിത സംഭവം അല്ലെങ്കിൽ ഒരു ആക്ട് ഓഫ് ഗോഡ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ നഷ്ടപരിഹാരം കൊടുക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുന്നതാണ്. ലേഖനം പറയുന്നത് ഇത് ശരിക്കുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറലാണെന്നാണ്. കാലാവസ്ഥാ വ്യതിയാനം, ഈ സസ്റ്റൈനബിൾ അല്ലാത്ത വികസനം, അതൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല. അതെ. ശരിക്കുള്ള പ്രശ്നം ഈ ദുരന്തങ്ങളുടെ ആഘാതം കൂട്ടുന്ന മനുഷ്യനുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഈ നിർമ്മാണ അവശിഷ്ടങ്ങൾ, ഈ ഡെബ്രീസിന്റെ കാര്യമല്ലേ?
ഉണ്ടാക്കുന്ന സാധനങ്ങൾ മഴയത്തൊലിച്ച് പുഴയിൽ വന്ന് ഒഴുക്ക് തടയും. അപ്പോൾ നാശനഷ്ടം കൂടും. കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ അതിതീവ്ര മഴയൊന്നും ഇനിയൊരു അപൂർവ സംഭവമല്ല. അതൊരു ന്യൂ നോർമലാണ്. ശരിയാണ്. അപ്പോൾ നമ്മൾ ഈ റെസ്പോൺസിൽ നിന്ന് മാറി പ്രതിരോധത്തിലേക്കും തയ്യാറെടുപ്പിലേക്കും, അതായത് മിറ്റിഗേഷൻ ആൻഡ് പ്രിപ്പയർഡ്നെസ്സിലേക്ക് മാറണം. അപ്പോൾ ഈ ആക്ട് ഓഫ് ഗോഡ് എന്ന ചിന്തയിൽ നിന്നും മാറി ആക്ട് ഓഫ് ഗവർണൻസ് എന്നതിലേക്ക് വരണം എന്ന വാദമാണല്ലേ പ്രധാനം? ഒരു ഭരണപരമായ ഉത്തരവാദിത്തത്തിന്റെ വിഷയമായി കാണണം എന്നാണോ? അത് തന്നെ, പെർഫെക്റ്റ്. അതാണ് കാതല്. ദുരന്തങ്ങളെ പ്രകൃതിയുടെ എന്തോ ഒന്നായി കാണാതെ ഭരണപരമായ കാര്യക്ഷമത, ദീർഘവീക്ഷണം അതിൻ്റെയൊക്കെ വിഷയമായി കാണണം. അതിനെന്താണ് ചെയ്യാൻ പറ്റുക? പല കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, പുഴകളിലും തോടുകളിലുമൊക്കെ അടിഞ്ഞുകൂടുന്ന ഈ അവശിഷ്ടങ്ങൾ കൃത്യമായി നോക്കി മാറ്റണം. രണ്ട്, പുതിയ ഡെവലപ്മെന്റ് പ്രോജക്റ്റൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഈ കാലാവസ്ഥാ മാറ്റത്തിന്റെ സാധ്യത കൂടി കണക്കിലെടുക്കണം. അതിന് ക്ലൈമറ്റ് പ്രൂഫിംഗ് എന്നൊക്കെ പറയും. മൂന്ന്, പ്രാദേശികമായിട്ട് ലോക്കൽ ലെവലിൽ നല്ല വാർണിംഗ് സിസ്റ്റംസ് ഉണ്ടാവണം. ഏർലി വാർണിംഗ് സിസ്റ്റംസ് ശക്തിപ്പെടുത്തണം. അവസാനം പറഞ്ഞാൽ ഈ താൽക്കാലിക ആശ്വാസം കൊടുക്കുന്നതിനപ്പുറം ദീർഘകാലത്തേക്കുള്ളൊരു പ്രതിരോധശേഷി, ലോങ് ടേം റെസിലിയൻസ് അതുണ്ടാക്കുന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. വെറുതെ നഷ്ടപരിഹാരം കൊടുക്കുന്നതിനപ്പുറം ഇത്തരം ദുരന്തങ്ങളെ നേരിടാനും അതിന്റെ ആഘാതം കുറയ്ക്കാനും പറ്റുന്ന ഒരു സമൂഹത്തെയും സിസ്റ്റംസിനെയും ഉണ്ടാക്കിയെടുക്കണം. അതാണ് ശരിക്കുള്ള വെല്ലുവിളി. മെയിൻസ് ഉത്തരമെഴുതുമ്പോൾ ഈ ആക്ട് ഓഫ് ഗവേണൻസ് എന്ന ആശയം നിങ്ങൾക്ക് ഉപയോഗിക്കാം. എങ്ങനെയാണ് ഭരണപരമായ കാര്യങ്ങൾ ദുരന്തങ്ങളെ കൂട്ടുന്നതെന്നും അതിനെ എങ്ങനെ നേരിടാമെന്നും ചിന്തിക്കാൻ ഇത് സഹായിക്കും. തീർച്ചയായും. അപ്പോൾ ഈ വിഷയം ഇവിടെ നിർത്തുമ്പോൾ ഓർക്കുക, ഹിമാലയൻ മേഖലയിലെ ഈ മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരി, ഇനി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോകാം. സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വിശകലനം കുറച്ചുകൂടി ആഴത്തിൽ നോക്കുകയാണ്. ചൈനീസ് തന്ത്രവും ഇന്ത്യൻ നിർമ്മാണ മേഖലയും. ഇന്ത്യയുടെ നിർമ്മാണ മേഖല വളർന്നുവരുന്നതിനെ നേരിടാൻ ചൈന ഒരു പ്രത്യേകതരം ഭൗമ സാമ്പത്തിക തന്ത്രം, അതായത് ജിയോ എക്കണോമിക് സ്ട്രാറ്റജി ഉപയോഗിക്കുന്നു എന്നാണ് ഈ വിശകലനം പറയുന്നത്. അപ്പോൾ ഇതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളൊരു UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളാണെങ്കിൽ ഈ വിഷയം ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. പ്രിലിംസിന് നോക്കുവാണെങ്കിൽ അന്താരാഷ്ട്ര ബന്ധങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യ-ചൈന ബന്ധം, പിന്നെ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിലെ നിർമ്മാണ മേഖല, മേക്ക് ഇൻ ഇന്ത്യ, ഈ വിതരണ ശൃംഖല, റെയർ എർത്ത് മൂലകങ്ങൾ, ഇതിനെയൊക്കെ ബന്ധപ്പെടുത്തി ചോദ്യങ്ങൾ വരാം. ശരിയാണ്. അതുപോലെ മെയിൻസിൽ വരുമ്പോൾ GS പേപ്പർ 2 ഇന്ത്യയും അയൽ രാജ്യങ്ങളും എന്ന ഭാഗത്തും, പിന്നെ GS പേപ്പർ 3 ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ, വ്യാവസായിക നയം, ടെക്നോളജിയുടെ തദ്ദേശീയവൽക്കരണം, അവിടെയെല്ലാം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോ ഈ ലേഖനത്തിന്റെ പ്രധാന വാദം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ നിർമ്മാണ മേഖലയെ തടസ്സപ്പെടുത്താൻ ചൈന പല തന്ത്രങ്ങളും ഉപയോഗിക്കുന്നു എന്നതാണ്. ഉദാഹരണത്തിന് ഈ ഫോക്സ്കോൺ പോലുള്ള വലിയ കമ്പനികളില്ലേ, അവിടങ്ങളിൽ നിന്നൊക്കെ ചൈനീസ് എഞ്ചിനീയർമാരെ അങ്ങ് പിൻവലിക്കുക. ഇത് ടെക്നോളജി കൈമാറ്റം തടയാനാണോ ഉദ്ദേശിക്കുന്നത്? അതെ, അതൊരു പ്രധാന തന്ത്രമായിട്ട് കാണണം. അതിൻ്റെ കൂടെ തന്നെ ഈ റെയർ എർത്ത് മൂലകങ്ങൾ, പിന്നെ മറ്റു നിർണായക ധാതുക്കൾ, ഉപകരണങ്ങൾ, ഇതിൻ്റെയൊക്കെ കയറ്റുമതിയിൽ നിയന്ത്രണം കൊണ്ടുവരിക. അങ്ങനെ ഇന്ത്യയുടെ വിതരണ ശൃംഖല, അതായത് സപ്ലൈ ചെയിൻ, അതിനെ സമ്മർദ്ദത്തിലാക്കാനും ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഈ ജിയോ എക്കണോമിക്സ് അഥവാ ഭൗമ സാമ്പത്തികം എന്ന് വിളിക്കുന്നത്. ഓഹോ, അപ്പൊ അതാണല്ലേ ഈ ജിയോ എക്കണോമിക്സ്, അതായത് സാമ്പത്തിക രീതികൾ ഉപയോഗിച്ച് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടുക. അതെ, കറക്റ്റ്. വ്യാപാരം, നിക്ഷേപം, ചിലപ്പോൾ ഉപരോധം വരെ, ഇതൊക്കെ അതിന്റെ ഭാഗമായി വരാം. അപ്പോ ഇത് വെറും ഒരു വ്യാപാര മത്സരം എന്നതിലുപരി ഒരു തന്ത്രപരമായ നീക്കം കൂടിയാണെന്ന് സാരം. ലേഖനത്തിൽ ചൈനയുടെ ആഭ്യന്തര പ്രശ്നങ്ങളെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ് ഇതിനെ സ്വാധീനിക്കുന്നത്? ഉണ്ട്. ചൈനയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവരുടെ ആഭ്യന്തര ഉപഭോഗം, ഡൊമസ്റ്റിക് കൺസംഷൻ, അത് താരതമ്യേന കുറവാണ്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് കയറ്റുമതിയെ കൂടുതൽ ആശ്രയിക്കേണ്ടി വരും. അവരുടെ ഫാക്ടറികളിൽ അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഉണ്ടാവല്ലോ, അത് കുറഞ്ഞ വിലയ്ക്ക് ലോകവിപണിയിൽ വിറ്റഴിക്കുക. അങ്ങനെ മറ്റ് രാജ്യങ്ങളുടെ ഉൽപ്പാദകരെ തകർക്കുക. അതെ, ഇത് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള സംരംഭങ്ങൾക്ക് വലിയൊരു വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത്. ശരിയാണ്. മേക്ക് ഇൻ ഇന്ത്യയുടെ വെല്ലുവിളികളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്, പിന്നെ ഈ ബ്യൂറോക്രസിയിലെ പ്രശ്നങ്ങൾ, ഇറക്കുമതിയെ വല്ലാതെ ആശ്രയിക്കുന്നത്, ഇതൊക്കെ ലേഖനം എടുത്തു പറയുന്നുണ്ട്. ഇതിനിടയിലാണ്
ഈ സ്ക്രൂ ഡ്രൈവർ ടെക്നോളജി എന്നൊരു വാക്ക് വരുന്നത് അതെന്താണ് സംഭവം? ആ അത് നല്ലൊരു പോയിന്റാണ്. സ്ക്രൂ ഡ്രൈവർ ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഘടകങ്ങളെല്ലാം പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യും. എന്നിട്ട് ഇവിടെ വെച്ചത് സ്ക്രൂ വെച്ച് മുറുക്കി അസംബിൾ ചെയ്യുക മാത്രം ചെയ്യും. ഇതിൽ യഥാർത്ഥത്തിൽ വലിയ സാങ്കേതികവിദ്യാ വികസനമോ അല്ലെങ്കിൽ മൂല്യവർദ്ധനവോ നടക്കുന്നില്ല. വെറും കൂട്ടിയോജിപ്പിക്കൽ മാത്രം. ഓ, അപ്പൊ നമ്മൾ സ്വന്തമായി ഒന്നും ഉണ്ടാക്കുന്നില്ല, വെറുതെ അസംബിൾ ചെയ്യുന്നു. ഒരു പരിധിവരെ അതെ, പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് പോലുള്ള മേഖലകളിൽ. ഈ ചിപ്പുകൾ പോലുള്ള പ്രധാന ഭാഗങ്ങൾക്ക് നമ്മളിപ്പോഴും വലിയ തോതിൽ ചൈനയൊക്കെ ആശ്രയിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആശ്രിതത്വം കുറയ്ക്കാൻ എന്തെങ്കിലും വഴികളുണ്ടോ? ഫ്രണ്ട് ഷോറിംഗ് എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. തീർച്ചയായും. ഫ്രണ്ട് ഷോറിംഗ് എന്ന ആശയം ഇവിടെ പ്രസക്തമാണ്. അതായത് നമ്മുടെ വിതരണ ശൃംഖല സുരക്ഷിതമാക്കാൻ നമ്മളുമായി രാഷ്ട്രീയപരമായി നല്ല ബന്ധമുള്ള, സൗഹൃദമുള്ള രാജ്യങ്ങളിൽ നിന്ന് മാത്രം സാധനങ്ങളും അസംസ്കൃത വസ്തുക്കളും വാങ്ങുക. ചൈനയെപ്പോലുള്ള രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇത് സഹായിക്കും. അതുപോലെ ഈ റെയർ എർത്ത് എലമെന്റ്സ്, റെയർ എർത്ത് മൂലകങ്ങൾ. അതെ, ഈ 17 മൂലകങ്ങൾ, സ്മാർട്ട് ഫോൺ മുതൽ മിസൈൽ വരെ പലതിനും ഇത് കൂടിയേ തീരൂ. ഇതിന്റെ ആഗോള വിതരണത്തിന്റെ ഒരു വലിയ പങ്ക്, ഏകദേശം 90% ഇപ്പോൾ ചൈനയുടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ അതിനൊരു ബദൽ കണ്ടെത്തേണ്ടത് ഇന്ത്യക്ക് അത്യാവശ്യമാണല്ലേ? വളരെ അത്യാവശ്യമാണ്. ഇനിയിപ്പോ മെയിൻസ് പരീക്ഷയുടെ ഒരു കാഴ്ചപ്പാടിൽ നമ്മളിതിനെ നോക്കുകയാണെങ്കിൽ, അതെ, മെയിൻസിന് ഇതെങ്ങനെ ഉപയോഗിക്കാം? തന്ത്രമെന്നത് പല തലങ്ങളിലുള്ള ഒന്നാണ്. അത് വെറും വില കുറച്ചു മത്സരിക്കുന്നതല്ല. ടെക്നോളജി കിട്ടാടാക്കുക, അസംസ്കൃത വസ്തുക്കൾ നിയന്ത്രിക്കുക, വില കുറച്ച് വിപണി പിടിക്കുക, അങ്ങനെ പലതും. 2, ഇന്ത്യയുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ നേരിടുന്ന യഥാർത്ഥ വെല്ലുവിളികൾ. നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും മെച്ചപ്പെടാനുണ്ട്. ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കണം. പിന്നെ ഈ സ്ക്രൂ ഡ്രൈവർ ടെക്നോളജിയിൽ നിന്ന് മാറണം. 3, മുന്നോട്ടുള്ള വഴി എന്താണ്? നമ്മൾ അടിസ്ഥാന വികസനത്തിൽ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ, സ്കിൽ ഡെവലപ്മെന്റ്, ഇതിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണം. അതുപോലെ ഗവേഷണത്തിലും വികസനത്തിലും R&D കൂടുതൽ നിക്ഷേപം നടത്തണം. ശരിയാണ്. ഈ ലേഖനത്തിൽ US പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ താരിഫ് ചുമത്തുന്നത് ചൈനയ്ക്ക് ഗുണകരമാവുന്നോ എന്നും പറയുന്നുണ്ടല്ലോ. അപ്പോ ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണാധികാരം, അതായത് സ്ട്രാറ്റജിക് ഓട്ടോണമി, അതിന്റെ പ്രാധാന്യം ഇവിടെ കൂടുകയാണ്. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റുള്ള രാജ്യങ്ങളുടെ നയങ്ങൾക്കോ സമ്മർദ്ദങ്ങൾക്കോ അനുസരിച്ച് നമ്മുടെ താൽപ്പര്യങ്ങൾ ബലി കഴിക്കാതിരിക്കാനുള്ള കഴിവ്. അതാണ് ഈ സ്ട്രാറ്റജിക് ഓട്ടോണമി. US താരിഫ് ഒരു ഉദാഹരണം മാത്രം. ആഗോളതലത്തിൽ ഒരു ശക്തിയാകാൻ ഇന്ത്യ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് പരമാവധി കുറച്ച് നമ്മുടെ സ്വന്തം സാമ്പത്തികവും സാങ്കേതികവുമായ ശക്തി വർദ്ധിപ്പിക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാല്, ചൈനയുടെ തന്ത്രങ്ങളെ നേരിടാനും മെയ്ക്ക് ഇൻ ഇന്ത്യ ശരിക്കും വിജയിപ്പിക്കാനും ഇന്ത്യ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. അടിസ്ഥാന കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ഇതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി നമുക്ക് ദി ഹിന്ദു പത്രത്തിൽ നിന്നുള്ള മറ്റൊരു പ്രധാന വാർത്ത ചർച്ച ചെയ്യാം. നമസ്കാരം. ഇന്ന് നമ്മളൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത്. കയ്യിലുള്ള ഈ ലേഖനം ക്രിമിനൽ നീതിന്യായ പരിഷ്കരണത്തിന്റെ അടിയന്തര ആവശ്യം. ഓർക്കുന്നുണ്ടാവും 2006 മുംബൈ ട്രെയിൻ സ്ഫോടന കേസ്. അതിലെ പ്രതികളെ ഏതാണ്ട് 19 വർഷം, അത്രയും നീണ്ട ജയിൽവാസത്തിന് ശേഷം ബോംബെ ഹൈക്കോടതി വെറുതെ വിട്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇത് നമ്മുടെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു വ്യവസ്ഥാപിതമായ പരാജയമാണ് ശരിക്കും തുറന്നു കാട്ടുന്നത്. നമുക്കിതിലെ കണ്ടെത്തലുകളും മറ്റുമൊന്ന് വിശദമായി നോക്കാം, അല്ലേ? തീർച്ചയായും. 19 വർഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അവസാനം എല്ലാവരെയും വെറുതെ വിടുന്നു. കോടതി ചൂണ്ടിക്കാണിച്ചത് തന്നെ അന്വേഷണത്തിലെ ഭയങ്കരമായ വീഴ്ചകളാണ്. വിശ്വസിക്കാൻ പറ്റാത്ത സാക്ഷികൾ, പിന്നെ പീഡിപ്പിച്ചു വാങ്ങിയ കുറ്റസമ്മതങ്ങൾ എന്ന സംശയം, ശരിയായ രീതിയിലല്ലാത്ത തിരിച്ചറിയൽ പരേഡുകൾ, ഫോറൻസിക് തെളിവുകളിലെ പിഴവുകൾ. കേൾക്കുമ്പോൾ തന്നെ ഇത് നമ്മുടെ ഈ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ, അതായത് പോലീസ്, പ്രോസിക്യൂഷൻ, കോടതി, ജയിൽ, ഇതെല്ലാം ചേർന്ന ആ സിസ്റ്റത്തിന്റെ ഒരു സമ്പൂർണ്ണ പരാജയം തന്നെയല്ലേ ഇത്? അതെ, വ്യവസ്ഥാപിതമായ പരാജയം എന്ന് തന്നെ പറയാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം വലിയ കേസുകൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഭീകരാക്രമണ കേസുകളൊക്കെ ആകുമ്പോൾ, പെട്ടെന്നൊരു റിസൾട്ട് ഉണ്ടാക്കാൻ ഭയങ്കര സമ്മർദ്ദമുണ്ടാകും ഈ അന്വേഷണ ഏജൻസികളുടെ മുകളിൽ. ശരിയാണ്. മീഡിയ, പൊതുജനം. അതെ. അപ്പൊ ശാസ്ത്രീയമായ രീതിയിൽ അന്വേഷിക്കുന്നതിന് പകരം ചിലപ്പോൾ എളുപ്പവഴികൾ തേടാൻ ഒരു പ്രവണത കാണാം. ഈ കേസിൽ തന്നെ 2008 ഇന്ത്യൻ മുജാഹിദ്ദീൻ, അതായത് IM, ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട്.
എന്നിട്ടും മഹാരാഷ്ട്ര ATS ഈ കേസ് സിമി സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ അവരുടെ പ്രവർത്തകരുടെ മേൽ തന്നെ കേന്ദ്രീകരിച്ചു എന്നാണ് ലേഖനം പറയുന്നത്. അപ്പോ ഈ പറയുന്ന സമ്മർദ്ദം കാരണം ശരിയായ നടപടിക്രമങ്ങളൊന്നും പാലിക്കപ്പെടുന്നില്ല. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 20(3) അനുസരിച്ച് ഒരാളെ അയാൾക്കെതിരെ തന്നെ സാക്ഷി പറയാൻ നിർബന്ധിക്കരുത് എന്നുണ്ടല്ലോ. പക്ഷേ ഈ നിർബന്ധിത കുറ്റസമ്മതങ്ങൾ, അതായത് കോഴ്സ്ഡ് കൺഫെഷൻസ്, അതൊക്കെ ഇത്തരം കേസുകളിലെ സാധാരണമാണോ? അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. തെളിവുകൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടുമ്പോൾ എളുപ്പത്തിൽ കുറ്റസമ്മതത്തെ ആശ്രയിക്കാൻ നോക്കും. പക്ഷേ അതിങ്ങനെ കിട്ടിയെന്നുള്ളത് പ്രധാനമാണ്. അതുപോലെ ഈ തിരിച്ചറിയൽ പരേഡ് TIP, അതിനും കൃത്യമായ നടപടിക്രമങ്ങളുണ്ട്. ഈ കേസിൽ അതൊന്നും ശരിയായി പാലിച്ചില്ല എന്നാണ് കണ്ടെത്തൽ. ഇത് വ്യവസ്ഥയുടെ വിശ്വാസ്യതയെ വല്ലാതെ ബാധിക്കും. പിന്നെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ 2 തരം ഇരകളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, ആ സ്ഫോടനത്തിൽപ്പെട്ടവർ, അവർക്ക് നീതി കിട്ടുന്നില്ല. 2, നിരപരാധികളായിട്ട് വർഷങ്ങളോളം 19 വർഷമൊക്കെ ജയിലിൽ കിടക്കേണ്ടി വന്നവർ. എന്തൊരവസ്ഥയാണത്! ശരിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇതെങ്ങനെയൊക്കെ പ്രധാനപ്പെട്ടതാണെന്ന് നോക്കാം. പ്രിലിംസിനെ നോക്കുമ്പോൾ ഇന്ത്യൻ പോളിറ്റി, ഗവർണൻസ് ഭാഗത്ത് ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ, അതിലെ പ്രശ്നങ്ങൾ, പരിഷ്കാരങ്ങൾ, പിന്നെ ഈ വിവരാവകാശ നിയമം RTI, ആർട്ടിക്കിൾ 20 പോലുള്ള മൗലികാവകാശങ്ങൾ, ആഭ്യന്തര സുരക്ഷാ വിഷയത്തിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ IM, സിമി, പിന്നെ അന്വേഷണ ഏജൻസികൾ ATS ഒക്കെ വരും. മെയിൻസിലേക്ക് വരുമ്പോൾ GS പേപ്പർ 2 എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ബന്ധം, നീതിന്യായ വ്യവസ്ഥയുടെ പ്രവർത്തനം. അതെ. GS പേപ്പർ 3 സുരക്ഷാ വെല്ലുവിളികൾ, പിന്നെ പോലീസ് പരിഷ്കാരങ്ങളുടെ ആവശ്യകത. GS പേപ്പർ 4 എത്തിക്സ്, പൊതുസേവനത്തിലെ നൈതികത, ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമൊക്കെ ബന്ധപ്പെടുത്താവുന്ന വിഷയങ്ങളാണ്. ശരിയാണ്. മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഈ പരാജയത്തിന്റെ കാരണങ്ങൾ നമ്മളെ കൃത്യമായി മനസ്സിലാക്കണം. ഒന്ന്, നേരത്തെ പറഞ്ഞ ആ ഭയങ്കരമായ സമ്മർദ്ദം. 2, ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്നതിലെ പോരായ്മ. 3, ഫോറൻസിക് തെളിവുകൾ, അത് കൈകാര്യം ചെയ്യുന്നതിലെ പിഴവുകൾ. 4, വിചാരണയുടെ ഭയങ്കരമായ കാലതാമസം, വർഷങ്ങളെടുക്കുന്നു. അതായത് പ്രോസസ് ബിക്കംസ് ദ പണിഷ്മെന്റ് എന്ന് പറയില്ലേ, നടപടിക്രമം തന്നെ ഒരു ശിക്ഷയായി മാറുന്ന അവസ്ഥ. 5, അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയാൽ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു സാഹചര്യം. 6, ഈ പല ഏജൻസികൾ തമ്മിലുള്ള ഒരു ഏകോപനമില്ലായ്മ. ഇതെല്ലാം ചേർന്നാണ് ഈ സിസ്റ്റമിക് ഫെയിലിയർ ഉണ്ടാകുന്നത്. എന്നാൽ ഒരു നല്ല കാര്യമെന്ന് പറയാൻ ഈ കേസിൽ വിവരാവകാശ നിയമം RTI ഒരു പ്രധാന പങ്കു വഹിച്ചു എന്നും പറയുന്നുണ്ടല്ലോ. അത് കുറച്ചൊരു ആശ്വാസമല്ലേ? ഇവരെ കിട്ടാൻ RTI സഹായിച്ചു. ഇത് പ്രോസിക്യൂഷന്റെ വാദങ്ങളിലെ പൊരുത്തക്കേടുകൾ കണ്ടെത്താനും അവരുടെ ഭാഗം വാദിക്കാനും സഹായകമായി. അപ്പോ സുതാര്യത ഉറപ്പാക്കുന്നതിലും ന്യായമായ വിചാരണ എന്ന അവകാശം സംരക്ഷിക്കുന്നതിലും RTIയുടെ പ്രാധാന്യം ഇത് കാണിക്കുന്നുണ്ട്. ശരി. അപ്പോൾ ഇനി മുന്നോട്ട് എന്താണ് ഒരു വഴി? ലേഖനം ചില പരിഹാരങ്ങളും പറയുന്നുണ്ടല്ലോ. ഉണ്ട്. ഈ വിധി ഒരു മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ എന്നതിനപ്പുറം ഒരു ആത്മപരിശോധന നടത്താനുള്ള അവസരമായി കാണണം. ഒന്നാമതായിട്ട്, പ്രകാശ് സിംഗ് കേസിൽ സുപ്രീം കോടതി പറഞ്ഞ പോലീസ് പരിഷ്കാരങ്ങൾ അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കണം. ങ്ങളിൽ രാഷ്ട്രീയ ഇടപെടൽ കുറയ്ക്കുക, അന്വേഷണ വിഭാഗത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് വേർതിരിക്കുക, ഇതൊക്കെ പ്രധാനം. 2, ശാസ്ത്രീയ അന്വേഷണ രീതികൾക്ക് കൂടുതൽ ഊന്നൽ നൽകണം. അതിനുള്ള പരിശീലനം, സാങ്കേതിക വിദ്യ, അതൊക്കെ ഉറപ്പാക്കണം. 3, ജുഡീഷ്യൽ സംവിധാനം, പ്രോസിക്യൂഷനൊക്കെ കൂടുതൽ കാര്യക്ഷമമാക്കണം, വിചാരണ വേഗത്തിലാക്കണം. 4, വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്ക് അവർക്കൊരു ഉത്തരവാദിത്വം ഉറപ്പാക്കാനൊരു മെക്കാനിസം വേണം. വെറുതെ നിയമങ്ങളുടെ പേരങ്ങ് മാറ്റിയതുകൊണ്ട് കാര്യമില്ല. വ്യവസ്ഥയുടെ എല്ലാ തലങ്ങളിലും അടിസ്ഥാനപരമായ മാറ്റങ്ങൾ, അതാണ് ആവശ്യം. അതെ, അതായത് ഉപരിപ്ലവമായ മാറ്റങ്ങൾ പോരാ, ഈ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ അടിത്തറയിൽ തന്നെ മാറ്റങ്ങൾ വേണം. പോലീസ്, പ്രോസിക്യൂഷൻ, ജുഡീഷ്യറി, ജയിൽ, ഈ എല്ലാ ഘടകങ്ങളിലും സമഗ്രമായ പരിഷ്കാരം അത്യാവശ്യമാണെന്ന് ഈ സംഭവം ശരിക്കും അടിവരയിടുന്നുണ്ട്. അപ്പോൾ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഈ നിയമങ്ങളും നടപടിക്രമങ്ങളുമൊക്കെ പരിഷ്കരിച്ചാൽ മാത്രം മതിയോ?
അതോ ഈ വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുടെ ആ ഒരു മനോഭാവം, അവരുടെ ഉത്തരവാദിത്ത ബോധം, അവിടെയാണോ യഥാർത്ഥ മാറ്റം വരേണ്ടത്? ഒരുപക്ഷെ ആത്മാർത്ഥമായൊരു ഉത്തരവാദിത്വം ഉറപ്പാക്കുക എന്നതായിരിക്കും ഏറ്റവും വലിയ പരിഷ്കാരം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തുടർന്നും ചിന്തിക്കാവുന്നതാണ്. ശരി, അപ്പോൾ അടുത്തതായി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾക്ക് ബയോചാറിനെ കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാം. നല്ല വിഷയം. ഇന്ത്യയുടെ കാർബൺ ലക്ഷ്യങ്ങൾ, പിന്നെ ഈ മാലിന്യ സംസ്കരണം, കൃഷി, ഇതിലൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. നമ്മുടെ മുന്നിലുള്ള ഈ ലേഖനങ്ങളൊക്കെ അതാണ് സൂചിപ്പിക്കുന്നത്. ശരിയാണ്. പിന്നെ UPSC പരീക്ഷ എഴുതുന്ന ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കേട്ടോ. അതെങ്ങനെ? പ്രിലിംസിൽ പറയുവാണെങ്കിൽ പരിസ്ഥിതി, കൃഷി, സയൻസ് ആൻഡ് ടെക് ആ ഭാഗത്തൊക്കെ വരാം. പിന്നെ മെയിൻസിലേക്ക് വരുമ്പോൾ GS പേപ്പർ 3 ഇല്ലേ, അതില് പരിസ്ഥിതി മലിനീകരണം, പുതിയ ടെക്നോളജി, കൃഷി, ഈ സുസ്ഥിര വികസനം, ഇവിടെ എല്ലാം ഇത് കണക്ട് ചെയ്ത് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് ഈ ബയോചാർ എന്ന് ഏകദം ലളിതമായിട്ടൊന്ന് പറയാമോ? പറയാം. അതായത് നമ്മുടെ ഈ കാർഷിക അവശിഷ്ടങ്ങളില്ലേ, അതുപോലുള്ള ജൈവവസ്തുക്കൾ, വൈക്കോല്, ചകിരി, അങ്ങനെയുള്ളത്. അതെ. അത്തരം സാധനങ്ങൾ ഓക്സിജൻ അധികമില്ലാത്തൊരവസ്ഥയിൽ, അതായത് വായു കുറഞ്ഞൊരു സാഹചര്യത്തിൽ ചൂടാക്കും. പൈറോളിസിസ് എന്നാണ് ആ പ്രോസസ്സിന് പറയുക. പൈറോളിസിസ്, ശരി. അങ്ങനെ ചൂടാക്കുമ്പോൾ കിട്ടുന്ന കരി പോലൊരു സാധനമാണ് ബയോചാർ. കരിയാണെന്ന് പറയാം, പക്ഷെ സാധാരണ കരിയല്ല. എന്താ വ്യത്യാസം? ഇതിന്റെ പ്രധാന ഗുണം ഇത് കാർബണിനെ പിടിച്ചെടുത്ത് മണ്ണിൽ തന്നെ ദീർഘകാലത്തേക്ക് സൂക്ഷിക്കുമെന്നുള്ളതാണ്. കാർബൺ സീക്വസ്ട്രേഷൻ എന്ന് പറയും. എത്ര കാലം? ഏകദേശം 100 വർഷം മുതൽ 1000 വർഷം വരെ. അത്രയും കാലം ആ കാർബൺ മണ്ണിൽ തന്നെ കിടക്കും, അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു പോവില്ല. കൊള്ളാം, അത് വലിയ കാര്യമാണല്ലോ. അപ്പോ ഈ 2026 ഇന്ത്യയുടെ കാർബൺ മാർക്കറ്റ് വരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അതുമായി ഇതിന് ബന്ധമുണ്ടോ? തീർച്ചയായും ബന്ധമുണ്ട്. നല്ല പോയിന്റാണ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് കുറയ്ക്കുന്ന ഒരു ടെക്നോളജി എന്ന നിലയ്ക്ക് ഇതിനെ കാർബൺ ഡയോക്സൈഡ് റിമൂവൽ അഥവാ CDR ഗണത്തിൽപ്പെടുത്താം. ഓക്കെ. അപ്പോ ഈ കാർബൺ മാർക്കറ്റില് ബയോചാറിന് കാർബൺ ക്രെഡിറ്റുകൾ നേടാൻ സാധ്യതയുണ്ട്. ഇന്ത്യയില് ഒരുപാട് കാർഷിക മാലിന്യമുണ്ടല്ലോ, അതിന്റെ ഒരു ഭാഗം എടുത്താൽ പോലും ചില കണക്കുകൾ പറയുന്നത് ഒരു വർഷം ഏതാണ്ട് 0.1 ഗിഗാടൺ CO2 വരെ നീക്കം ചെയ്യാൻ ഇത് സഹായിക്കുമെന്നാണ്. 0.1 ഗിഗാടൺ, അത് വലുതാണല്ലോ. അപ്പോൾ ഇത് മാലിന്യ സംസ്കരണത്തിനും നല്ലൊരു വഴിയാണല്ലേ? അതെ. ഈ കാർഷികാവശിഷ്ടങ്ങൾ മാത്രമല്ല, വേറെ എന്തൊക്കെ ഉപയോഗിക്കാം? നമ്മുടെ നഗരങ്ങളിലെ ഖരമാലിന്യം, പിന്നെ ഈ ഭക്ഷണാവശിഷ്ടങ്ങൾ, അങ്ങനെയുള്ള പല ജൈവമാലിന്യങ്ങളിൽ നിന്നും ബയോചാർ ഉണ്ടാക്കാം. അപ്പോൾ മാലിന്യം കെട്ടിക്കിടക്കുന്ന പ്രശ്നത്തിന് ഒരു പരിധിവരെ ഇത് സഹായകമാവും. പോരാത്തതിന് ഈ ബയോചാർ ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ വേറെയും ഉപകാരമുള്ള സാധനങ്ങൾ കിട്ടും. അതെന്തൊക്കെയാണ്? സിൻഗ്യാസ്, ബയോ ഓയിൽ എന്നൊക്കെ പറയും. ഇത് രണ്ടും ഇന്ധനമായി ഉപയോഗിക്കാം, ഊർജമുണ്ടാക്കാൻ. അപ്പോൾ വേസ്റ്റിൽ നിന്ന് വെൽത്ത്, അതുപോലെ വേസ്റ്റിൽ നിന്ന് എനർജിയും. അതെ, വേസ്റ്റ് ടു വെൽത്ത്, വേസ്റ്റ് ടു എനർജി എന്നൊക്കെ പറയാം. കൊള്ളാം. ഇനി കൃഷിയിലെ കാര്യം, അവിടെ എന്തൊക്കെയാണ് ഗുണങ്ങള്? കർഷകർക്ക് ഇത് ഉപകാരപ്പെടുമോ? കൃഷിയിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ഒന്നാമതായിട്ട് ഇത് മണ്ണിൽ ചേർത്താൽ മണ്ണിന് വെള്ളം പിടിച്ചു നിർത്താനുള്ള കഴിവ് കൂടും. അപ്പോ നന കുറയ്ക്കാമായിരിക്കും അല്ലേ? അതെ, ജലസേചനം കുറയ്ക്കാം. പിന്നെ രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കാൻ ഇത് സഹായിക്കും. അതെങ്ങനെ? ഇത് മണ്ണിലെ പോഷകങ്ങൾ ചെടികൾക്ക് കിട്ടാൻ സഹായിക്കും, വളം നഷ്ടപ്പെടുന്നത് കുറയ്ക്കും. ചിലപ്പോൾ വിളവ് കൂടാനും ഇത് സഹായിച്ചേക്കാം. ശരി. ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നൈട്രസ് ഓക്സൈഡ്, N2O എന്ന് കേട്ടിട്ടില്ലേ? ഹരിതഗൃഹവാതകം. അതെ, കാർബൺ ഡയോക്സൈഡിനേക്കാളും ഏകദേശം 273 മടങ്ങ് ശക്തിയുള്ള ഹരിതഗൃഹവാതകമാണത്. അത്രയ്ക്ക് പ്രശ്നക്കാരനാണോ? അതെ, കൃഷിസ്ഥലങ്ങളിൽ നിന്നാണ് ഇതിന്റെ നല്ലൊരു ഭാഗം പുറന്തള്ളപ്പെടുന്നത്, പ്രത്യേകിച്ച് നൈട്രജൻ വളങ്ങൾ ഉപയോഗിക്കുമ്പോൾ. ബയോചാർ മണ്ണിൽ ചേർക്കുന്നത് ഈ N2O പുറന്തള്ളുന്നത് ഗണ്യമായി കുറയ്ക്കും. ഭയങ്കരം. അപ്പോ മണ്ണിന് നല്ലത്, വിളവിന് നല്ലത്, കാലാവസ്ഥയ്ക്കും നല്ലത്. ഇത്രയധികം ഗുണങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇതങ്ങോട്ട് വ്യാപകമാവാത്തത്? എവിടെയാണ് തടസ്സം? അതൊരു പ്രധാന ചോദ്യം. പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇതിനൊരു ചിട്ടയായ വിപണി, ഒരു ഓർഗനൈസ്ഡ് മാർക്കറ്റ് ഇപ്പൊ ശരിക്കുമില്ല. ഉണ്ടാക്കിയാൽ എവിടെ കൊണ്ടുപോയി വിൽക്കും എന്നുള്ള പ്രശ്നം. അതെ.
പിന്നെ ഇതുണ്ടാക്കാനുള്ള യൂണിറ്റുകൾ, ആ പൈറോളിസിസ് പ്ലാന്റുകൾ തുടങ്ങാനുള്ള ആദ്യത്തെ ചിലവ്, അത് കുറച്ച് കൂടുതലാണ്. ഓക്കെ, പ്രാരംഭ ചിലവ്. പിന്നെ സർക്കാർ തലത്തിലുള്ള നയപരമായ പിന്തുണ, അതിനിയും മെച്ചപ്പെടാനുണ്ട്. പല ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ഒരു ഏകോപനം വരണം. ശരി. അതോടൊപ്പം ഇതിന്റെ ഗുണങ്ങളെക്കുറിച്ചുള്ള അറിവ് കർഷകരിലേക്കും മറ്റും ശരിക്കെത്തണം. ആ ഒരു അവയർനെസ് കുറവുണ്ട്. ബോധവൽക്കരണം പോരാ. അതെ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാങ്കേതിക പ്രശ്നം കൂടിയുണ്ട്. ഈ MRV എന്ന് പറയും, മോണിറ്ററിംഗ്, റിപ്പോർട്ടിംഗ്, വെരിഫിക്കേഷൻ. അതെന്താണ്? അതായത് മണ്ണിൽ എത്ര കാർബൺ കൃത്യമായി സംഭരിക്കപ്പെട്ടു എന്നളക്കാനും അത് റിപ്പോർട്ട് ചെയ്യാനും പിന്നെ അത് ശരിയാണെന്ന് ഉറപ്പുവരുത്താനുമുള്ള ഒരു സിസ്റ്റം. പലതരം മണ്ണുണ്ട്, പല സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ അളക്കാൻ പറ്റില്ല. എളുപ്പമല്ല. അതിന് കൃത്യമായ ചിലവ് കുറഞ്ഞ രീതികൾ വ്യാപകമാകണം. എന്നാലേ കാർബൺ ക്രെഡിറ്റ് മാർക്കറ്റിൽ ഇതിന് ശരിക്കും ഒരു സ്ഥാനം കിട്ടൂ. ശരിയാണ്. ഇനി മെയിൻസ് പരീക്ഷയുടെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആത്മനിർഭർ ഭാരത് എന്ന ആശയമില്ലേ, അതുമായി ഇതിനെ എങ്ങനെ ബന്ധിപ്പിക്കാം? ഓ, വളരെ നല്ല ബന്ധമുണ്ട്. ആത്മനിർഭർ ഭാരതത്തിന് വലിയൊരു സംഭാവന നൽകാൻ ബയോചാറിന് കഴിയും. അതെങ്ങനെ? കാരണം ഇത് ഇന്ത്യ നേരിടുന്ന ഒരു കൂട്ടം പ്രശ്നങ്ങൾക്ക് ഒരുമിച്ചൊരു പരിഹാരം പോലെയാണ്. നോക്കൂ, ഈ വടക്കേ ഇന്ത്യയിലെ വൈക്കോല് കത്തിക്കുന്ന പ്രശ്നം, ഡൽഹിയിലെ പുക. അതെ. പിന്നെ നഗരങ്ങളിലെ മാലിന്യ പ്രശ്നം, മണ്ണിന്റെ ആരോഗ്യം കുറയുന്നത്, ഊർജത്തിന്റെ ആവശ്യകത. ഈ സിൻഗ്യാസും ബയോ ഓയിലും അതിനൊരു ഉത്തരമാണ്. കാലാവസ്ഥാ വ്യതിയാനം, ഗ്രാമീണ തൊഴിലില്ലായ്മ, അതും. ഇത് ഗ്രാമീണ മേഖലയിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും. ബയോചാർ യൂണിറ്റുകൾ അത് ശേഖരിക്കുന്നത്, വിതരണം ചെയ്യുന്നത്. കണക്കുകൾ പറയുന്നത് ഏകദേശം 5 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ വരെ ഉണ്ടാകാമെന്നാണ്. കൊള്ളാം. മാലിന്യത്തിൽ നിന്ന് സമ്പത്ത് എന്നുള്ളതിന്റെ നല്ല ഉദാഹരണം. തീർച്ചയായും. ഇത് ഇന്ത്യയെ പല കാര്യങ്ങളിലും സ്വയം പര്യാപ്തമാക്കാൻ സഹായിക്കും. അപ്പോൾ ഇതിന്റെ മുഴുവൻ സാധ്യതകളും ഉപയോഗിക്കണമെങ്കിൽ ഇനി എന്തൊക്കെയാണ് വേണ്ടത്? എന്തായിരിക്കണം മുന്നോട്ടുള്ള വഴി? ഒരു മിഷൻ മോഡ് അപ്രോച്ച് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. മിഷൻ മോഡ്? അതെ. നമ്മുടെ സ്വച്ഛ് ഭാരത് മിഷൻ, പിന്നെ സുസ്ഥിര കൃഷിക്കായുള്ള ദേശീയ ദൗത്യം NMSA ഒക്കെ ഉണ്ടല്ലോ. അത്തരം പദ്ധതികളുമായി ഇതിനെ ശരിക്കും ഇന്റഗ്രേറ്റ് ചെയ്യണം. ഒരു ദേശീയ ബയോചാർ നയം വരണം. ഒരു മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യണം. പിന്നെ ഗുണനിലവാരം, അത് വളരെ പ്രധാനം. സ്റ്റാൻഡർഡൈസേഷൻ, പിന്നെ യൂണിറ്റുകൾ തുടങ്ങാൻ സാമ്പത്തിക സഹായം, പ്രോത്സാഹനം, അതൊക്കെ വേണം. നേരത്തെ പറഞ്ഞ RMV സിസ്റ്റം വളരെ റോബസ്റ്റ് ആകണം. എന്നാലേ അന്താരാഷ്ട്ര തലത്തിലേക്ക് അംഗീകാരം കിട്ടൂ. ശരിയാണ്. അപ്പോ ശരിയായ രീതിയിൽ കാര്യങ്ങൾ നീക്കിയാൽ ബയോചാർ എന്നത് ഒരേ സമയം പരിസ്ഥിതിക്കും സമൂഹത്തിനും നമ്മുടെ സമ്പദ്വ്യവസ്ഥയ്ക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു വലിയ സാധ്യതയാണ്. തീർച്ചയായും. ഇതിനെ ഒരു നോ റിഗ്രറ്റ് സൊല്യൂഷൻ എന്ന് പറയാം. അതായത് ഇത് നടപ്പാക്കുന്നതുകൊണ്ട് ദോഷങ്ങളൊന്നും വരാനില്ല, ഗുണങ്ങൾ മാത്രമേയുള്ളൂ. നമ്മളിതിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ തൊട്ടടുത്തുള്ള പറമ്പിലെ കുറച്ച് ചവറോ അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിലെ ജൈവമാലിന്യമോ ഉപയോഗിച്ച് അവിടെ തന്നെ ബയോചാർ ഉണ്ടാക്കാൻ പറ്റിയാൽ അതവിടുത്തെ മണ്ണിനും വായുവിനും എന്തു മാറ്റമായിരിക്കും കൊണ്ടുവരിക? ചിലപ്പോഴതൊരു പുതിയ വരുമാനമാർഗം കൂടിയാവില്ലേ? അത് ശരിയാണ്. പ്രാദേശിക തലത്തിൽ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. വളരെ നന്ദി ബയോചാറിനെക്കുറിച്ച് ഇത്രയും വിശദമായി സംസാരിച്ചതിന്. ഓക്കേ. ഇനി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യവും നീതിന്യായപരമായ പെരുമാറ്റവും. ഒരു പ്രത്യേക ലേഖനത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ സംസാരിക്കുന്നത്. സുപ്രീം കോടതിയുടെ ചില അടുത്ത കാലത്തെ വാക്കാലുള്ള നിരീക്ഷണങ്ങളും അതിന്റെ പ്രത്യാഘാതങ്ങളുമൊക്കെ നമുക്കൊന്ന് നോക്കാം. നമസ്കാരം. അപ്പോ ഇതിന്റെ പല വശങ്ങളും, പ്രത്യേകിച്ച് ദേശീയ സുരക്ഷാ കാര്യങ്ങളിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഒരു അതിര്, നീതിന്യായ വ്യവസ്ഥയുടെ പങ്ക്, ഇതൊക്കെ മനസ്സിലാക്കലാണ് നമ്മുടെ ലക്ഷ്യം. തീർച്ചയായും. നിങ്ങൾ UPSC പോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രാധാന്യം എന്താണെന്നും നമുക്ക് നോക്കാം. അതെ. UPSC പഠിക്കുന്നവർക്ക് ഇതെങ്ങനെ പ്രധാനമാകുന്നു എന്ന് ആദ്യം പറയാം. പ്രിലിംസിന് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പോളിറ്റി, അതിൽ സുപ്രീം കോടതി, നീതിന്യായ വ്യവസ്ഥ, പിന്നെ മൗലികാവകാശങ്ങൾ, പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 19 അഭിപ്രായ സ്വാതന്ത്ര്യം, അപകീർത്തി, അതും വരാം. ഓക്കെ. മെയിൻസിന്റെ കാര്യം പറഞ്ഞാലോ? മെയിൻസിലേക്ക് വരുമ്പോ GS പേപ്പർ 2,
അവിടെ നീതിന്യായ വ്യവസ്ഥയുടെ ഘടന, അതിന്റെ പ്രവർത്തനം, അധികാര വിഭജനം, പിന്നെ ഈ പറഞ്ഞ മൗലിക അവകാശങ്ങൾ, ആർട്ടിക്കിൾ 19 ഒക്കെ വളരെ പ്രസക്തമാണ്. ശരി. അതുപോലെ GS പേപ്പർ 4-ല്, എത്തിക്സ് പേപ്പറില് സർക്കാർ സ്ഥാപനങ്ങളിലെ ധാർമ്മിക ആശങ്കകൾ എന്ന ഭാഗത്തും ഇതുവരും. പിന്നെ SA പേപ്പറിലും പ്രതീക്ഷിക്കാം. അഭിപ്രായ സ്വാതന്ത്ര്യം, ജനാധിപത്യത്തിലെ വിയോജിപ്പ്, അങ്ങനെയുള്ള വിഷയങ്ങളിൽ. വളരെ ശരിയാണ്. അപ്പോൾ നമുക്ക് ലേഖനത്തിലേക്ക് കടക്കാം. ഇതിന്റെ ഒരു കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് ഈ ഗാൽവൻ സംഘർഷത്തെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തിയതിന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വന്ന ഒരു അപകീർത്തി കേസാണല്ലേ? അതെ. അതിൽ സുപ്രീം കോടതിയുടെ ചില വാക്കാലുള്ള നിരീക്ഷണങ്ങളെ, ഓറൽ ഒബ്സർവേഷൻസിനെ ഈ ലേഖനം വിമർശിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ കോടതിയുടെ ഒരു പരാമർശം, അതായത് യഥാർത്ഥ ഇന്ത്യക്കാരനായിരുന്നെങ്കിൽ അങ്ങനെ പറയില്ലായിരുന്നു എന്ന മട്ടിലുള്ള ഒന്ന്, അത് എങ്ങനെ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ഈ രാഷ്ട്രീയ സംവാദങ്ങളെയും ഒക്കെ ബാധിക്കും അല്ലെങ്കിൽ അതിനെ ഹനിക്കും എന്നതാണ് ലേഖനം ചൂണ്ടിക്കാട്ടുന്നത്. കോടതിയുടെ പങ്ക് നിയമം തീർപ്പാക്കലാണ്, അല്ലാതെ പൗരന്റെ ദേശീയ കൂറളക്കലല്ല എന്നും ലേഖനം പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ സർക്കാരിന്റെ അതിർത്തി നയങ്ങളെ ചോദ്യം ചെയ്യുക എന്നുള്ളത് അത് പ്രതിപക്ഷത്തിന്റെ ഒരു നിയമാനുസൃതമായ രാഷ്ട്രീയ പ്രവർത്തനം തന്നെയല്ലേ? അതെ, തീർച്ചയായും. അപ്പോ കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്കാലുള്ള പരാമർശം വരുമ്പോൾ അത് ഒരു നിയമാനുസൃതമായ വിയോജിപ്പിനെ പോലും, അതായത് ലെജിറ്റിമേറ്റ് ഡിസെന്റിനെ പോലും നിരുത്സാഹപ്പെടുത്തുമോ എന്നൊരു ഭയം ലേഖനത്തിൽ കാണുന്നുണ്ട്. തീർച്ചയായും ആ ഭയം പ്രസക്തമാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾക്ക് ഈ ഉപഗ്രഹ ചിത്രങ്ങൾ, പാർലമെന്ററി റിപ്പോർട്ടുകൾ, അങ്ങനെയുള്ള പൊതുവായി ലഭ്യമായ ചില തെളിവുകളുടെ ഒരു പിൻബലമുണ്ടെന്നും ലേഖനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കോടതി ധാർമ്മിക വിധിന്യായങ്ങളിലേക്ക് പോകാതെ നിയമപരമായ ചോദ്യങ്ങളിൽ, തെളിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതാണ് ലേഖനത്തിന്റെ ആവശ്യം. അപ്പോൾ ഈ വിഷയത്തിലെ ചില പ്രധാനപ്പെട്ട ആശയങ്ങൾ, കോർ കോൺസെപ്റ്റ്സ് നമുക്കൊന്ന് വ്യക്തമാക്കിയാലോ? എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യം? ആർട്ടിക്കിൾ 19(1)(a). അത് നമ്മുടെ മൗലികാവകാശമാണ്. പക്ഷെ അത് അൺലിമിറ്റഡ് അല്ല. ആർട്ടിക്കിൾ 19(2) പ്രകാരം ചില നിയന്ത്രണങ്ങളാകാം, ന്യായമായ നിയന്ത്രണങ്ങൾ, റീസണബിൾ റെസ്ട്രിക്ഷൻസ്. അതെ. രാജ്യസുരക്ഷ, കോടതിയലക്ഷ്യം, വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം, പൊതുസമാധാനം, ധാർമ്മികത, അപകീർത്തി, ഇതൊക്കെ അതിൽ വരും. അതുപോലെ അപകീർത്തി, ഡിഫമേഷൻ, അതും പ്രധാനമാണല്ലോ. അതെ. ഒരാളുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന ഒരു തെറ്റായ പ്രസ്താവന, അത് സിവിലുമാകാം ക്രിമിനലുമാകാം. വാക്കാലുള്ള നിരീക്ഷണങ്ങൾക്ക് നിയമപരമായ പിൻബലമില്ല, അതൊരു വിധിയല്ല. ശരിയാണ്. പക്ഷേ അത് കോടതിയുടെ ഒരു മനോഭാവം സൂചിപ്പിക്കുന്നു. മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയാകും. അത് പൊതുജനാഭിപ്രായത്തെയും ചിലപ്പോൾ കേസിനെ തന്നെയും സ്വാധീനിച്ചേക്കാം. അപ്പോഴാണ് ജുഡീഷ്യൽ സംയമനം, അതായത് ജുഡീഷ്യൽ റെസ്ട്രെയിന്റ് എന്ന തത്വം പ്രസക്തമാകുന്നത്. ജഡ്ജിമാർ രാഷ്ട്രീയപരമായ അഭിപ്രായങ്ങൾ പറയുന്നതിൽ ഒരു സംയമനം പാലിക്കണം എന്ന് ലേഖനം പരോക്ഷമായി ഓർമ്മിപ്പിക്കുന്നു. അപ്പോ ഇതിന്റെ ഒരു വലിയ ചിത്രം നോക്കിയാൽ ദേശീയ സുരക്ഷ പോലുള്ള വിഷയങ്ങളിലെ രാഷ്ട്രീയ വിമർശനവും പിന്നെ ദേശവിരുദ്ധം എന്ന് മുദ്രകുത്തുന്ന പ്രസംഗവും തമ്മിലുള്ള ആ ഒരു നേർത്ത വര, അതാണോ ഇവിടെ പ്രശ്നം? അതെ, അത് തന്നെ. ഇന്നത്തെ ഒരു ധ്രുവീകരിക്കപ്പെട്ട രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഈ അതിർത്തി പോലുള്ള വിഷയങ്ങളിൽ സർക്കാരിനെ വിമർശിച്ചാൽ അത് പെട്ടെന്ന് രാജ്യദ്രോഹമായി ചിത്രീകരിക്കപ്പെടാം. ശരിയാണ്. അപ്പോ നമ്മുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകരാവേണ്ട കോടതി പോലും ഈ വാക്കാലുള്ള നിരീക്ഷണങ്ങളിലൂടെയാണെങ്കിൽ പോലും അത്തരമൊരു വികാരത്തെ ശരിവെക്കുന്നു എന്ന് തോന്നുമ്പോൾ അതൊരു ചില്ലിംഗ് എഫക്റ്റ് ഉണ്ടാക്കും. ചില്ലിംഗ് എഫക്റ്റ്. അതെ, ഒരു തണുപ്പൻ പ്രഭാവം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് വിമർശിക്കാൻ ആളുകൾക്കൊരു ഭയം വരും. അത് രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല, സാധാരണ പൗരന്മാർക്കും മാധ്യമപ്രവർത്തകർക്കുമൊക്കെ. അത് ജനാധിപത്യപരമായ സംവാദങ്ങളെ ദുർബലപ്പെടുത്തും. അപ്പോ കോടതി സംയമനം പാലിക്കണം എന്ന് ലേഖനം വാദിക്കുന്നതിന്റെ കാരണങ്ങൾ ഇപ്പോൾ വ്യക്തമായി. 1. അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ. 2. കോടതിയുടെ പങ്ക് നിയമം വ്യാഖ്യാനിക്കലാണ്, അല്ലാതെ പൗരന്റെ ദേശസ്നേഹം അളക്കലല്ല. 3. ഈ പറഞ്ഞ ചില്ലിംഗ് എഫക്റ്റ് ഒഴിവാക്കാൻ. 4. തെളിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ. അല്ലേ? അതെ അതെ, ഈ വാദങ്ങളാണ് ലേഖനം മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായും ഇതിന് മറുവാദങ്ങൾ ഉണ്ടാകാം. അത് ലേഖനത്തിൽ വിശദീകരിക്കുന്നില്ലെങ്കിലും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെ? അതായത് ദേശീയ സുരക്ഷാ വിഷയങ്ങളിൽ ഒരു ഐക്യം വേണം. സൈന്യത്തിന്റെ മനോവീര്യം തകർക്കുന്ന പ്രസ്താവനകൾ പാടില്ല, തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നൊക്കെ വാദിക്കാം. ശരിയാണ്.
അപ്പോൾ ഒരു സമതുലിതമായ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം? അതാണ് പ്രധാനം. സുരക്ഷാ താൽപ്പര്യങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യവും തമ്മിലൊരു ബാലൻസ് കണ്ടെത്തുക. അതാണ് വെല്ലുവിളി. കോടതികൾ, ജഡ്ജിമാർ അവർ നിയമപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഈ രാഷ്ട്രീയപരവും ധാർമ്മികവുമായ അഭിപ്രായ പ്രകടനങ്ങൾ, പ്രത്യേകിച്ചു വാക്കാലുള്ളവ, പരമാവധി ഒഴിവാക്കണം. പിന്നെ സർക്കാർ വിമർശനവും രാജ്യദ്രോഹവും ഒന്നല്ല എന്ന് തിരിച്ചറിയണം. ഒരു ശക്തമായ പ്രതിപക്ഷം, വിമർശനങ്ങൾ, അതൊക്കെ ജനാധിപത്യത്തിന് അത്യാവശ്യമാണ്. നിയന്ത്രണങ്ങൾ വേണമെങ്കിൽ തന്നെ അത് ഭരണഘടന പറയുന്ന ആ ന്യായമായ നിയന്ത്രണങ്ങളായിരിക്കണം, അല്ലാണ്ട് വ്യക്തിപരമായ രാജ്യസ്നേഹ നിർവചനങ്ങൾ അനുസരിച്ചാവരുത്. എക്സാക്ട്ലി. ശരിയാണ്. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം, ദേശീയ സുരക്ഷ, ഇവയ്ക്കിടയിലെ നീതിന്യായ വ്യവസ്ഥയുടെ പങ്ക്, ഇതിനെക്കുറിച്ചൊക്കെ ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ലേഖനം തന്നെയാണിത്. തീർച്ചയായും. നിങ്ങൾക്കായി ഒരു ചിന്ത കൂടി ഞാൻ പങ്കുവയ്ക്കാം. പറയൂ. ഈ ദേശീയ സുരക്ഷ പോലെ വളരെ നിർണായകമായ വിഷയങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് ആരോഗ്യകരമായ, ശക്തമായ സംവാദങ്ങൾ ഉറപ്പാക്കാൻ കഴിയുക? അതേസമയം സമൂഹത്തിലെ ഒരു വിശ്വാസം തകർക്കാതെയും ആവശ്യമായ വിമർശനങ്ങൾ നിശബ്ദമാക്കാതെയും ഒരു സമൂഹത്തിന് എങ്ങനെ മുന്നോട്ടു പോകാൻ പറ്റും? നല്ല ചോദ്യമാണ്. ഇതിൽ ആർക്കാണ് കൂടുതൽ ഉത്തരവാദിത്തം? സംസാരിക്കുന്ന ആൾക്കാണോ, കേൾക്കുന്നവർക്കാണോ, അതോ ഈ കോടതി പോലുള്ള സ്ഥാപനങ്ങൾക്കാണോ? ഇതൊന്ന് ആലോചിക്കാവുന്നതാണ്. തീർച്ചയായും. ഈ ചിന്തയോടെ ഇന്നത്തെ ഈ ചർച്ച നമുക്കിവിടെ അവസാനിപ്പിക്കാം. അടുത്തതായി ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു വാർത്ത നമുക്ക് പരിശോധിക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ രണ്ട് വ്യത്യസ്ത നീതി സമ്പ്രദായങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒന്ന്, ശിക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന ശിക്ഷാപരമായ നീതി, അതായത് റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്. മറ്റൊന്ന്, തെറ്റുതിരുത്തലിനും ഒരു അനുരഞ്ജനത്തിനും ഊന്നൽ നൽകുന്ന പുനഃസ്ഥാപനപരമായ നീതി, അഥവാ റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ്. ശരിയാണ്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ കേസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്ന നിമിഷപ്രിയ, ശരീഅത്തും നീതിയുടെ വ്യത്യസ്ത മുഖങ്ങളും എന്നൊരു ലേഖനത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ആഴത്തിലുള്ള ചർച്ച. നമുക്കിതിലേക്ക് കടക്കാം. തീർച്ചയായും. അപ്പോ ഈ വിഷയം, പ്രത്യേകിച്ച് UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ശരിക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ. പ്രിലിംസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര ബന്ധങ്ങൾ, ഇന്ത്യൻ ഭരണഘടന, പിന്നെ ലോകചരിത്രം, ഇവയിലൊക്കെ ഇതിന്റെ ചില ഭാഗങ്ങൾ വരാം. ഓക്കെ. മെയിൻസിലേക്ക് വരുമ്പോഴാണ് കൂടുതൽ പ്രസക്തി. GS പേപ്പർ 2 മറ്റ് രാജ്യങ്ങളുമായുള്ള നമ്മുടെ ഭരണഘടനാ താരതമ്യമുണ്ടല്ലോ, അവിടെ ഇത് ഉപയോഗിക്കാം. പിന്നെ GS പേപ്പർ 4 നീതി, ധാർമ്മികത, അവിടെയും ഇത് വളരെ റെലവന്റ് ആണ്. essay പേപ്പറിലും തീർച്ചയായും സാധ്യതകളുണ്ട്. അപ്പോൾ ശരി, ലേഖനം എന്താണ് പ്രധാനമായിട്ടും പറയുന്നത്? ഈ നിമിഷപ്രിയയുടെ കേസ് അത് ഇസ്ലാമിക നിയമത്തിന്റെ, അതായത് ശരീഅത്തിന്റെ നമുക്ക് അത്ര പരിചിതമല്ലാത്ത ചില വശങ്ങൾ കാണിക്കുന്നുണ്ടല്ലേ? അതെ, തീർച്ചയായും. ലേഖനം പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ശരീഅത്ത് നിയമത്തിലെ ദിയ എന്നൊരാശയത്തിലാണ്. ദിയ. ദിയ. ഇതിനെ സാധാരണ നമ്മൾ ബ്ലഡ് മണി അഥവാ രക്തപ്പണം എന്നൊക്കെ പറയാറുണ്ട്. അതായത് കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിന് ഒരു നഷ്ടപരിഹാരം നൽകി അവരുടെ മാപ്പ് നേടാൻ ഒരു സാധ്യത, അതാണ് ദിയ. ഓക്കെ. ലേഖനത്തിൽ എടുത്തു പറയുന്നൊരു കാര്യം, ഈ ദിയ സ്വീകരിക്കണോ വേണ്ടയോ എന്ന തീരുമാനം അത് പൂർണ്ണമായും ഇരയുടെ കുടുംബത്തിൻ്റെതാണ്. ശരിക്കും ഭരണകൂടത്തിന് അതിൽ റോളില്ലേ? നേരിട്ട് ഇടപെടാൻ പരിമിതികളുണ്ട് എന്നാണ് ലേഖനം പറയുന്നത്, കോടതിക്ക് പോലും. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ നിന്ന് ശരിക്കും വ്യത്യസ്തം. ലേഖനം ഖുറാന്റെ കാഴ്ചപ്പാടിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ശിക്ഷയാണോ അതോ ഈ നഷ്ടപരിഹാരം, ദിയ, ഏതിനാണ് കൂടുതൽ ഊന്നൽ? നല്ല ചോദ്യം. ലേഖകൻ വാദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഖുറാൻ യഥാർത്ഥത്തിൽ ഈ കണ്ണിന് കണ്ണ് എന്ന രീതിയിലുള്ള ശിക്ഷാപരമായ നീതിയേക്കാൾ റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്, അതെ, അതിനേക്കാൾ കൂടുതൽ ഊന്നൽ നൽകുന്നത് പുനഃസ്ഥാപനപരമായ നീതിക്കാണ്, റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസിനാണ് എന്നാണ്. അതായത് ക്ഷമിക്കാനും ഈ നഷ്ടപരിഹാരം, ദിയ സ്വീകരിക്കാനും ഇരയുടെ കുടുംബത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വചനങ്ങൾ ഖുറാനിലുണ്ട് എന്ന് ലേഖനം പറയുന്നു. മാത്രമല്ല, വേറൊരു പ്രധാന കാര്യം, മനഃപൂർവ്വമല്ലാത്ത കൊലപാതകമാണെങ്കിൽ ഖുറാൻ പ്രകാരം ദിയ നൽകുക എന്നത് മാത്രമാണ് ശിക്ഷ, വധശിക്ഷയില്ല. ഓഹോ, അപ്പോ നിമിഷപ്രിയയുടെ കേസില്? അതെ, അത് മനഃപൂർവ്വമല്ല എന്ന് തെളിയിക്കാനായാൽ ഈ തത്വമനുസരിച്ച് വധശിക്ഷ ഒഴിവാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു വിമർശനവും ലേഖകൻ ഉന്നയിക്കുന്നുണ്ട്.
ഇന്നത്തെ പല മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെയും നിയമങ്ങൾ ഖുറാന്റെ ആ അടിസ്ഥാന ധാർമ്മിക ചട്ടക്കൂടിൽ നിന്നും ഈ പറഞ്ഞ പുനഃസ്ഥാപന ആശയങ്ങളിൽ നിന്നും മാറിയിട്ടുണ്ട്. ഓക്കെ. പിൽക്കാല പണ്ഡിത വ്യാഖ്യാനങ്ങൾ കൂടുതൽ കർശനമായ ശിക്ഷാരീതികളിലേക്ക് നയിച്ചു എന്നൊരു വിമർശനമുണ്ട്. ഇത് കുറച്ചുകൂടി വ്യക്തമാവാൻ ഇതിലെ പ്രധാനപ്പെട്ട ചില വാക്കുകൾ പ്രിലിംസിനും ഇത് ഉപകാരപ്പെടും. ശരീഅത്ത് നിയമം, ശിക്ഷാപരമായ നീതി, പുനഃസ്ഥാപനപരമായ നീതി, ദിയ, പിന്നെ ഖിസാസ്. ഇതൊന്ന് ലളിതമായി പറയാമോ? പറയാം. എന്താണ് ശരീഅത്ത്? ശരീഅത്ത് നിയമം എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ, പിന്നെ ഹദീസ്, അതായത് പ്രവാചകന്റെ വാക്കുകളും പ്രവൃത്തികളും, ഇവയെ അടിസ്ഥാനമാക്കിയുള്ള ഇസ്ലാമിക നിയമങ്ങളുടെയും തത്വങ്ങളുടെയും ഒരു ആകത്തുകയാണ്. ശരി. പിന്നെ ശിക്ഷാപരമായ നീതി, റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്. ഇത് സിമ്പിളാണ്. കുറ്റകൃത്യത്തിന് ആനുപാതികമായ ശിക്ഷ നൽകുക. അതിലാണ് ഫോക്കസ്. കണ്ണിന് കണ്ണ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡൊക്കെ പ്രധാനമായും ഈ സ്വഭാവമുള്ളതാണ്. ഓക്കെ. അടുത്തത് പുനഃസ്ഥാപനപരമായ നീതി, റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ്. ഇത് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഇവിടെ കുറ്റകൃത്യം മൂലമുണ്ടായ ദോഷം, ഹാം, അത് പരിഹരിക്കാനാണ് നോക്കുന്നത്. പരിഹരിക്കാനോ? അതെ. ഇര, കുറ്റവാളി, സമൂഹം, ഇവർക്കിടയിൽ ഒരു അനുരഞ്ജനം, ഒരു ഹീലിംഗ് പ്രോസസ്, അതിനാണ് ശ്രമിക്കുന്നത്. ദിയ നമ്മൾ നേരത്തെ പറഞ്ഞു, ബ്ലഡ് മണി. ഖിസാസ് എന്താണ്? ഖിസാസ് അത് തുല്യമായ പ്രതികാര നടപടിയാണ്. ലീഗൽ റെട്രിബ്യൂഷൻ എന്ന് പറയാം. ഉദാഹരണം? കൊലപാതകത്തിനു പകരം വധശിക്ഷ നൽകുന്നത് ഖിസാസിന് ഉദാഹരണമാണ്. പക്ഷേ ഇവിടെയാണ് ദിയായുടെ പ്രസക്തി. ഈ ഖിസാസ് നടപ്പാക്കുന്നതിന് പകരം ദിയ, അതായത് നഷ്ടപരിഹാരം, സ്വീകരിക്കാൻ ഇരയുടെ കുടുംബത്തിന് ശരീഅത്തിൽ അനുവാദമുണ്ട്. ഓക്കേ. അപ്പോൾ ഇത് മെയിൻസ് പരീക്ഷയുടെ കാഴ്ചപ്പാടില് എങ്ങനെയാണ് പ്രസക്തമാകുന്നത്, ഈ താരതമ്യങ്ങൾ? അതെ, അവിടെയാണ് ഇതിന്റെ പ്രാധാന്യം. നോക്കൂ, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ പ്രധാനമായും ശിക്ഷാപരമാണ്. ശരിയാണ്. കുറ്റം തെളിഞ്ഞാൽ ശിക്ഷ ഉറപ്പാക്കുക. പ്രോസിക്യൂഷൻ നടത്തുന്നത് ഭരണകൂടമാണ്, സ്റ്റേറ്റാണ്. ശരിയാണ്. എന്നാൽ ശരീഅത്ത് അടിസ്ഥാനമാക്കിയുള്ള ചില നിയമവ്യവസ്ഥകളിൽ ശിക്ഷാപരമായ ഘടകം, അതായത് ഖിസാസ് ഉണ്ട്. അതോടൊപ്പം തന്നെ പുനഃസ്ഥാപനപരമായ ഘടകങ്ങളുമുണ്ട്. ദിയ, മാപ്പ്, ഇതൊക്കെ. ഏറ്റവും വലിയ വ്യത്യാസം ഇരയുടെ കുടുംബത്തിന് നീതി നിർവഹണ പ്രക്രിയയിൽ നേരിട്ടൊരു പങ്കാളിത്തം വരുന്നു എന്നതാണ്. ശരിയാണ്. അപ്പോൾ ഈ കേസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വിദേശ രാജ്യങ്ങളുടെ നിയമങ്ങളെക്കുറിച്ച് നമ്മുടെ പൗരന്മാർക്ക് ഒരു അവബോധം നൽകേണ്ടതിന്റെ പ്രാധാന്യം. തീർച്ചയായും. അവിടെ നിയമക്കുരുക്കിൽപ്പെടുന്നവർക്ക് നമ്മുടെ എംബസികളുടെയും കോൺസുലേറ്റുകളുടെയും സഹായം എത്രത്തോളം അത്യാവശ്യമാണെന്നതും അല്ലേ? അതെ, ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അതെങ്ങനെ? അതായത് നമ്മുടെ കോടതികളിലെ കേസുകളുടെ ഭാരം കുറയ്ക്കാൻ, അതുപോലെ ഇരകൾക്ക് കൂടുതൽ സംതൃപ്തി നൽകുന്ന ഒരു നീതി ഉറപ്പാക്കാൻ, കുറ്റവാളികളുടെ സാമൂഹിക പുനരധിവാസത്തിന്, ഇതിനൊക്കെ ഈ പുനഃസ്ഥാപനപരമായ നീതിയുടെ തത്വങ്ങൾ എത്രത്തോളം ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഗൗരവമായ ആലോചനയ്ക്ക് ഇത് പ്രചോദനമായേക്കാം. ശരിയാണ്. നീതി എന്നത് കേവലം ശിക്ഷ മാത്രമല്ല, അതൊരു തിരുത്തലും ഒരു അനുരഞ്ജനവും കൂടിയാകാം എന്നൊരു ചിന്ത ഈ ചർച്ച മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശിക്ഷയും കാരുണ്യവും തമ്മിലുള്ള ഈ ഒരു ബാലൻസ് അതെങ്ങനെ കൈവരിക്കാം എന്നത് എപ്പോഴും ഒരു വലിയ ചോദ്യം തന്നെയാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് തുടർന്നും ആലോചിക്കാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ വിശകലനം ഇവിടെ നിർത്താം. ഇനി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ദി ഹിന്ദു പത്രത്തിൽ ഈയിടെ വന്ന ഒരു വാർത്തയാണ് നമ്മളിന്ന് ശ്രദ്ധിക്കുന്നത് കേട്ടോ. തായ്വാനിലെ റൈറ്റ് ടു റീകോൾ വോട്ട്, അതായത് ജനപ്രതിനിധികളെ തിരിച്ചു വിളിക്കാനുള്ള ഒരു വോട്ടെടുപ്പിനെക്കുറിച്ചാണ്. അതെ, ഇത് നമുക്ക് UPSC പരീക്ഷയുടെ ഒരു കാഴ്ചപ്പാട്ടിൽ നോക്കുകയാണെങ്കിൽ പ്രധാനമായും ഇന്റർനാഷണൽ റിലേഷൻസ്, പിന്നെ ഇന്ത്യൻ പോളിറ്റി, ഈ രണ്ട് വിഷയങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അതായത് തായ്വാന്റെ രാഷ്ട്രീയം, ചൈന തായ്വാൻ ബന്ധം, പിന്നെ ഈ റൈറ്റ് ടു റീകോൾ പോലത്തെ ആശയങ്ങൾ, ഇതൊക്കെ മുഖ്യമാണ്. ശരി. അപ്പോൾ നമുക്ക് ഈ വാർത്തയിലേക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോവാം. എന്താണ് പ്രധാനമായിട്ടും അവിടെ സംഭവിച്ചത്? സംഭവം എന്താന്ന് വെച്ചാൽ, തായ്വാനിലെ പ്രതിപക്ഷ പാർട്ടി കുമിന്താങ് അഥവാ KMT അവരുടെ ഒരു 24 നിയമസഭാംഗങ്ങളെ തിരിച്ചുവിളിക്കാനൊരു ശ്രമം നടന്നു. പക്ഷെ അതിന്റെ ആദ്യഘട്ടം അത് പരാജയപ്പെട്ടു. അതാണ് വാർത്ത. അപ്പോൾ ആരാണ് ഈ നീക്കത്തിന് പിന്നിൽ? ഭരണകക്ഷിയാണോ? അതെ, ഭരണകക്ഷിയായ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി DPP അവരുണ്ട്. പിന്നെ ബ്ലൂബേർഡ് മൂവ്മെന്റ് എന്നൊരു ജനകീയ മുന്നേറ്റവും ഇതിന് പിന്നിലുണ്ട്. എന്താണ് ഈ KMT MPമാർക്കെതിരെയുള്ള ആരോപണങ്ങൾ? പ്രധാനമായും 2 കാര്യങ്ങളാണ്.
ഒന്ന്, ഇവർ ചൈനയുമായി ചേർന്ന് രാജ്യസുരക്ഷയ്ക്ക് ഒരു ഭീഷണിയുണ്ടാക്കുന്നു. 2, ഭരണഘടനാ വിരുദ്ധമായ ചില നിയമങ്ങൾ പാസാക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് അവർ പറയുന്ന കാരണങ്ങൾ. അപ്പോൾ ഈ തിരിച്ചു വിളിക്കാനുള്ള നിയമം തായ്വാനിലതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അതിൻ്റെ ഒരു പ്രോസസ്സ് എന്താണ്? അവിടെ പബ്ലിക് ഒഫീഷ്യൽസ് ഇലക്ഷൻ ആൻഡ് റീകോൾ എന്നൊരു നിയമമുണ്ട്. അതനുസരിച്ച് ഒരു MP-യെ തിരിച്ചു വിളിക്കണമെങ്കിൽ ആദ്യം ആ മണ്ഡലത്തിലെ ഒരു നിശ്ചിത ശതമാനം വോട്ടർമാരുടെ ഒപ്പുവേണം. ആ ഒരു കടമ്പ കഴിഞ്ഞാൽ പിന്നെ വോട്ടെടുപ്പാണ്. അതിലെ ആ മണ്ഡലത്തിലെ മൊത്തം വോട്ടർമാരിൽ 25% പേരെങ്കിലും വോട്ട് ചെയ്യണം. മാത്രമല്ല, വോട്ട് ചെയ്തവരിൽ ഭൂരിപക്ഷം തിരിച്ചു വിളിക്കുന്നതിനെ അനുകൂലിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ 25% ടേൺ ഔട്ടും വേണം, അതിൽ മെജോറിറ്റി യെസ്സും പറയണം. അതെ അതെ. ഈ ഒരു സാഹചര്യം, അതായത് ഈ ഒരു പൊളിറ്റിക്കൽ ടെൻഷൻ ഉണ്ടാവാനുള്ള ഒരു കാരണം തായ്വാനിലെ വിഭജിത സർക്കാർ അല്ലെങ്കിൽ ഡിവൈഡഡ് ഗവൺമെന്റ് എന്ന അവസ്ഥയാണ്. ഡിവൈഡഡ് ഗവൺമെന്റ്. അതെന്താണ്? അതായത് പ്രസിഡന്റ് ഒരു പാർട്ടിയിൽ നിന്നുള്ള ആളായിരിക്കും, പക്ഷേ നിയമസഭ, അവിടുത്തെ പാർലമെന്റ്, ലെജിസ്ലേറ്റീവ് യുവാൻ, അവിടെ ഭൂരിപക്ഷം മറ്റേ പാർട്ടിക്കായിരിക്കും. ഇവിടെ ഇപ്പോൾ പ്രസിഡന്റ് DPP-യുടേതാണ്, പക്ഷേ സഭയിൽ ഭൂരിപക്ഷം KMT-ക്കാണ്. ശരി, അപ്പോൾ ഈ ഒരു അധികാര വടംവലി അവിടെ നടക്കുന്നുണ്ട്. തീർച്ചയായും ഇത് നയപരമായ കാര്യങ്ങളിലൊക്കെ ഒരു സ്തംഭനാവസ്ഥയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ റീകോൾ ശ്രമം അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ പോളറൈസേഷൻ കൂട്ടിയെന്നും വാർത്ത പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില അടിസ്ഥാന ആശയങ്ങൾ നോക്കാം. പ്രിലിംസിനൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളത് റൈറ്റ് ടു റീകോൾ തന്നെ. എന്താണത് കൃത്യമായിട്ട്? റൈറ്റ് ടു റീകോൾ, അതായത് തിരിച്ചു വിളിക്കാനുള്ള അവകാശം. ഇത് ശരിക്കും പറഞ്ഞാൽ നേരിട്ടുള്ള ജനാധിപത്യത്തിന്റെ, ഡയറക്റ്റ് ഡെമോക്രസിയുടെ ഒരു ടൂളാണ്. തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധി അവരുടെ കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ വോട്ടർമാർക്ക് ഒരു വോട്ടെടുപ്പിലുള്ള അവരെ നീക്കം ചെയ്യാൻ അധികാരം കൊടുക്കുന്നു. അപ്പൊ ജനങ്ങൾക്ക് കൂടുതൽ അധികാരം കിട്ടുന്ന ഒരു സംഗതിയാണ്. അതെ, ജനപ്രതിനിധികളുടെ ഒരു അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്തം ഉറപ്പാക്കാനുള്ള ഒരു വഴിയാണ്. അപ്പോൾ ഇന്ത്യയുടെ കാര്യം ഇവിടെ ഈ സംവിധാനം നിലവിലുണ്ടോ? ഇല്ല, ഇന്ത്യയിലിപ്പോ ദേശീയ തലത്തില്, അതായത് നമ്മുടെ MP-മാരെയോ അല്ലെങ്കിൽ സംസ്ഥാന തലത്തില് MLA-മാരെയോ ഒന്നും അങ്ങനെ തിരിച്ചു വിളിക്കാൻ നിയമമില്ല. ഒട്ടുമില്ലേ? ഇല്ല. പക്ഷേ ചില സംസ്ഥാനങ്ങളിൽ, മധ്യപ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, പഞ്ചാബ്, അവിടെയൊക്കെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തലത്തിൽ, അതായത് ലോക്കൽ ബോഡികളിൽ ഈ സംവിധാനം നിലവിലുണ്ട്. ലോക്കൽ ലെവലുണ്ട്. അതെ. ഇതിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് ഇത് റെപ്രസെന്റേറ്റീവ്സിനെ കുറച്ചുകൂടി ഉത്തരവാദിത്വമുള്ളവരാക്കും എന്നാണ്. എന്നാൽ എതിർക്കുന്നവർ പറയുന്നത് ഇത് വെറുതെ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഇല്ലാതാക്കും, MP-മാരെയോ MLA-മാരെയോ ഒക്കെ ടാർഗറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം എന്നൊക്കെയാണ്. ശരിയാണ്, അതിന്റെ ഒരു മറുവശവുമുണ്ട്. ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ തായ്വാനിലെ വിഭജിത സർക്കാർ, ആ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ച് ഒന്നുകൂടി പറയാമോ? തായ്വാൻ ഒരു സെമി പ്രസിഡൻഷ്യൽ റിപ്പബ്ലിക്കാണ്. അവിടുത്തെ നിയമസഭയ്ക്ക് ഒരൊറ്റ സഭയേ ഉള്ളൂ, യൂണിക്യാമറലാണ്, ലെജിസ്ലേറ്റീവ് യുവാൻ. പ്രധാന പാർട്ടികൾ നമ്മൾ പറഞ്ഞല്ലോ, DPP-യും KMT-യും. DPP കുറച്ചുകൂടി തായ്വാൻ സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നവരാണ്. KMT കുറച്ചുകൂടി ചൈനയുമായിട്ടൊരു അടുപ്പം വേണമെന്ന് ആഗ്രഹിക്കുന്നവരും. ഈ വിഭജിത സർക്കാർ, അതായത് പ്രസിഡന്റ് ഒരു പാർട്ടിയും സഭയിൽ ഭൂരിപക്ഷം വേറൊരു പാർട്ടിക്കുമാവുന്നത് ഈ ഒരു കോൺഫ്ലിക്റ്റിന് വളം വയ്ക്കുന്നുണ്ട്. നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോ ഈ റീകോൾ വോട്ട് ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് അവിടെ ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്ന് വേണം കരുതാൻ. അങ്ങനെ ഒരു വായന സാധ്യമാണ്. നിലവിലെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിന്റെ ഒരു സാധ്യതയുണ്ട്. അപ്പോ ജനങ്ങൾക്ക് അവരുടെ പ്രതിനിധികളെ കാലാവധിക്ക് മുൻപേ തിരിച്ചു വിളിക്കാൻ അധികാരം കൊടുക്കുന്നത് നല്ലതാണോ, അതോ രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമോ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും പ്രസക്തമാണ്, അല്ലേ? തീർച്ചയായും അതിന് രണ്ട് വശങ്ങളുണ്ട്. ഇന്നത്തെ ഈ ചർച്ച എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് കരുതുന്നു. നമുക്ക് നാളെ പുതിയ വിഷയങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ.